Hello everyone, welcome back to the third session for trigonometric equation. ഇതൊരു ലാസ്റ്റ് സെക്ഷനും ആയിരിക്കും. നമ്മളിപ്പോൾ തന്നെ എല്ലാം വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. ഇതും കൂടെ മതി. നമ്മൾ നല്ല രീതിയിൽ തന്നെ ഓൾറെഡി ട്രിഗണോമെട്രിക് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇനി ഒരു 5-6 ടൈപ്പും കൂടെ വരുമ്പോഴത്തേക്കും എങ്ങനെ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം അതിൽ അപ്ലൈ ചെയ്യാമെന്നും കൂടെ നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം എന്താണ്? ഫൈൻഡ് ദ ഇന്റഗ്രൽ വാല്യൂ ഓഫ് k for which find the integral value of k for which there exists a solution for the equation 3 sin x minus 4 cos x is equal to k. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ഇന്റഗ്രൽ വാല്യൂ ഓഫ് കെ ഇതിന് എടുക്കാൻ പറ്റും? നമുക്കറിയാം, എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സിന്റെ റേഞ്ച് എന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇത് y is equal to a cos x plus b sin x ആണെങ്കിൽ y എവിടെ നിന്ന് എവിടെ വരെ പോകും? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിൽ നിന്ന് മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിനും ഇടയ്ക്കല്ലേ ഇത് നിൽക്കാൻ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ 3 sin x മൈനസ് 4 cos x is equal to 4 cos x is equal to k യുടെ റേഞ്ച് എന്താണ്? റേഞ്ച് എന്ന് പറയുന്നത് മൈനസ് റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് മൈനസ് 4 ദ ഹോൾ സ്ക്വയർ ടു റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് മൈനസ് 4 ദ ഹോൾ സ്ക്വയർ. ഇതായിരിക്കണമല്ലോ ഇതിന്റെ റേഞ്ച്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് റൂട്ട് 25, അതായത് 5 to 5. ഇതായിരിക്കണം റേഞ്ച്. അതായത് കെയും എവിടെ നിന്ന് എവിടെ വരെ വരും? കെയും -5 നിന്ന് 5 വരെ വരുന്നത്. ഈ സാധനത്തിനല്ലേ കെയുടെ വാല്യൂ എടുക്കുന്നത്. ഇതിൽ കെ ഏതൊക്കെ ഇന്റീജർ വാല്യൂസ് എടുക്കും? ഓഫ് കോഴ്സ് -5 നും 5 നും ഇടയ്ക്കുള്ള ഇന്റീജേഴ്സ് ഏതൊക്കെയാണ്? -5, -4, -3, -1, 0, -2, -1, 0, 1, 2, 3, 4, 5. എത്ര വാല്യൂസ് ആണ്? 11 വാല്യൂസ് ഇത് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത്രയായിരിക്കും ഇതിന്റെ വാല്യൂസ്. ഓക്കെ, ഇതിനെ ഒന്ന് വേറൊരു രീതിയിൽ എഴുതി കഴിഞ്ഞാൽ എന്താണ്? ഇതേ ചോദ്യം തന്നെ ഓഡ് ഇന്റഗ്രൽ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഓഡ് ഇന്റീജർ വാല്യൂ സൊല്യൂഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു ചോദ്യം? -5 നും 5 നും ഇടയ്ക്കുള്ള ഓഡ് ഇന്റീജേഴ്സ് -5, -3, -1, 1, 3, 5. ഇതായിരിക്കണം ഓഡ് ഇന്റീജർ വാല്യൂ സൊല്യൂഷൻ എന്നായിരുന്നു ഈ ചോദ്യമെങ്കിൽ അന്നേരം 6 വാല്യൂസ്, 6 ഇന്റീജർ വാല്യൂ സൊല്യൂഷൻസ് ഇതിനെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഫൈൻ, ഓൾറൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വീണ്ടും കിടക്കുന്നതിനെ പറ്റി ആലോചിക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് k cos x minus 3 sin x is equal to k plus 1 is solvable only if k belongs to -infinity to 4. -infinity-ക്കും 4-നും ഇടയ്ക്ക് മാത്രമേ ഇത് സോൾവബിൾ ആകാൻ പറ്റുകയുള്ളൂ എന്ന്. ഓക്കെ, ഇപ്പോഴും ഇതിന്റെയും ലോജിക് എന്താണ്? ഇതും a cos x plus b sin x ഫോം അല്ലേ? അതായത് ഇതിന്റെ വാല്യൂ എന്താണ്? മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ, അതായത് കെ സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ, -3 ദ ഹോൾ സ്ക്വയറും 3 സ്ക്വയർ സെയിം ആണല്ലോ. ഇതിനും k പ്ലസ് 1 ഇതിനും റൂട്ട് ഓഫ് കെ സ്ക്വയർ പ്ലസ് 3 സ്ക്വയറിനും ഇടയ്ക്കായിരിക്കും അല്ലെ? ഇത് നമുക്കറിയാം. അതായത് മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ പ്ലസ് 9-നും റൂട്ട് ഓഫ് കെ സ്ക്വയർ പ്ലസ് 9-നും ഇടയ്ക്കായിരിക്കും. ഇതിനെ ത്രൂ ഔട്ട് ഞാൻ അങ്ങ് റൂട്ട് ഓഫ് കെ സ്ക്വയർ പ്ലസ് 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു k പ്ലസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് കെ സ്ക്വയർ പ്ലസ് 9 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലെ? ഇതായിരിക്കണമല്ലോ ഇതിന്റെ റേഞ്ച്. ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എക്സ് -1-നും 1-നും ഇടയ്ക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ സൊല്യൂഷൻ? എന്താണ് നമുക്ക് ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ഇതെന്താണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന്? മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വരുമ്പോഴല്ലേ ഈ ഒരു കാര്യം വരുന്നത്. മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സെയിം ഒരു പാറ്റേൺ ഇവിടെ കാണുന്നുണ്ടോ? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു k പ്ലസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് കെ സ്ക്വയർ പ്ലസ് 9 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതിക്കൂടെ മോഡുലസ് ഓഫ് k പ്ലസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് കെ സ്ക്വയർ പ്ലസ് 9 ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് എഴുതാലോ. നമുക്കറിയാം മോഡുലസിന്റെ അകത്തുള്ള സാധനം എപ്പോഴും പോസിറ്റീവ് ആണെങ്കിൽ അതിനെ അങ്ങനെ തന്നെ എഴുതാം. ഈ റൂട്ട് എപ്പോഴും പോസിറ്റീവ് ആണെന്ന് നമുക്ക് എഴുതിക്കൂടെ? അപ്പൊ റൂട്ട് ഓഫ് കെ സ്ക്വയർ പ്ലസ് 9 മോഡുലസും റൂട്ട് ഓഫ് കെ സ്ക്വയർ പ്ലസ് 9-നും സെയിം അല്ലേ? സോ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതായത് മോഡുലസ് ഓഫ് k പ്ലസ് 1 ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് കെ സ്ക്വയർ പ്ലസ് 9. ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കുമോ? മോഡുലസ് ഓഫ് k പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് കെ സ്ക്വയർ പ്ലസ് 9. യെസ്, ഇതറിയാം. ഇത് നമ്മൾ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്തത്.
പോസിറ്റീവ് ആയ ഒരു ഇൻഇക്വാലിറ്റി ഉണ്ടെങ്കിൽ, രണ്ട് സൈഡും പോസിറ്റീവ്, ഇതും പോസിറ്റീവ് ആണ് ഇതും പോസിറ്റീവ് ആണ്, ഇൻഇക്വാലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഇക്വാലിറ്റി അതേ കണക്ക് തന്നെ മെയിൻറ്റെയിൻ ആകുമല്ലോ. അപ്പൊ നമുക്ക് ഈ സാധനത്തെ ഒന്ന് സ്ക്വയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇതിനെ സ്ക്വയർ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? മോഡുലസ് ഓഫ് k plus 1 whole square, that will become same as k plus 1 whole square, less than or equal to k square plus 9 എന്ന് നമുക്കറിയാം അല്ലെ. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ k square plus 2k plus 1 is less than or equal to k square plus 9. k square വെട്ടിപ്പോയി. അപ്പൊ k is less than or equal to 4 എന്ന് വരും. k is less than or equal to 4 means k belongs to minus infinity to 4. ഇത് തന്നെ അല്ലായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളൂ. കെയുടെ വാല്യൂസ് ഇവിടെ വരുമെന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയായിരുന്നു വീണ്ടും. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ടൈപ്പ് ആണ്. ടൈപ്പ് നമ്പർ എത്ര എന്ന് ഞാൻ അങ്ങ് വിട്ടുപോയി. ഓക്കെ, ഏതെന്ന് പറഞ്ഞാൽ ക്യൂബിക് ഇക്വേഷൻസ് വരുന്ന രീതിയിൽ, ക്യൂബിക് ഇക്വേഷൻസ് വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾക്ക് ഇവിടെ പഠിക്കുന്നത് ടൈപ്പില്. ഓക്കെ, അപ്പോൾ ഞാനൊരു അടുത്ത പേജിൽ നിന്ന് തന്നെ തുടങ്ങാം. ക്യൂബിക് ഇക്വേഷൻസിന്റെ കേസിൽ നമുക്ക് എഴുതാൻ എന്ത് ചെയ്യണമെന്ന് നമുക്ക് കുറച്ച് നന്നായിട്ട് തന്നെ മനസ്സിലാക്കാം. വളരെ ഫ്രീക്വന്റ്ലി സീൻ ആണ് ക്യൂബിക് ഇക്വേഷൻസും നമ്മുടെ ജെയുടെ ക്വസ്റ്റ്യൻസിന്റെ ഭാഗമായിട്ട്. ചോദ്യം ഇതാണ്: സോൾവ് സൈൻ ക്യൂബ് എക്സ് പ്ലസ് കോസ് ക്യൂബ് എക്സ് പ്ലസ് 3/2√2 സൈൻ ഓഫ് 2x is equal to 1/2√2. ഓക്കെ, ഇതിന്റെ മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇഫ് a cube plus b cube plus c cube minus 3abc equal to 0 എന്ന് വരുവാണെങ്കിൽ ഇതിന്റെ അർത്ഥം എന്ന്, അതായത് a cube plus b cube plus c cube 3abc ആണെങ്കിൽ രണ്ട് കേസുകൾ പോസിബിൾ ആണ്. ഒന്ന് എയും ബിയും സിയും ഒന്നാകാം, ഇതൊരു പോസിബിലിറ്റി ആണ്. അല്ലെങ്കിൽ പിന്നെ അടുത്ത പോസിബിലിറ്റി എന്ന് പറയുന്നത് a plus b plus c 0 ആകാം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഇത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം, എന്നാലേ a cube plus b cube plus c cube minus 3abc 0 വരത്തുള്ളൂ. ഞാൻ ക്യൂബിക് ഇക്വേഷൻ വെച്ചുള്ള ചോദ്യങ്ങളെല്ലാം ഇതുവരെ ജെയിൽ കണ്ടിട്ടുള്ള എല്ലാം ഈ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ച് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോ ഇവിടെയും ക്യൂബിക് ഇക്വേഷൻ വരുന്നു. നമുക്ക് a ക്യൂബ് ഉണ്ട് അല്ലെ, സൈൻ ക്യൂബ് എക്സ് സെയിം ആസ് സൈൻ എക്സ് ദ ഹോൾ ക്യൂബ്, കോസ് ക്യൂബ് എക്സ് സെയിം ആസ് കോസ് എക്സ് ദ ഹോൾ ക്യൂബ്. പിന്നെ ഈ 1/2√2 ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാം. 1/2√2 പ്ലസ് 3/2√2 ഇൻറ്റു സൈൻ ഓഫ് 2x is equal to 0 എന്ന് എഴുതാം അല്ലെ. ഇതിനെ ഇങ്ങനെ എഴുതാലോ. ഇതിനെ സെയിം ആസ് സൈൻ എക്സ് ദ ഹോൾ ക്യൂബ് ഉണ്ട്, കോസ് എക്സ് ദ ഹോൾ ക്യൂബ് ഉണ്ട്. ഇതിനെ മൈനസ് 1/√2 ദ ഹോൾ ക്യൂബ് എന്ന് എനിക്ക് എഴുതാവോ? എഴുതാലോ. 1/√2 ദ ഹോൾ ക്യൂബ് √2 into √2 2/√2 എന്നും നെഗറ്റീവും ഉണ്ട്. ഇങ്ങനെ എഴുതാലോ. സോ a ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് ആയി. ഇനി 3 ഉണ്ട് നമുക്ക്. ഇനി a ഉണ്ടോ? സൈൻ 2x-നെ എനിക്ക് 2 sin x cos x എന്ന് എഴുതിക്കൂടെ? എഴുതാലോ. ഡിവൈഡഡ് ബൈ 2√2 ഉണ്ട്. ഈ 2 ഉം 2 ഉം വെട്ടിക്കോട്ടെ. ദിസ് ഈക്വൽ ടു 0. ഇതിനെ വീണ്ടും ഒന്ന് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ sin x the whole cube plus cos x the whole cube plus minus 1/√2 the whole cube അല്ലെ, പ്ലസ് 3 ഇൻറ്റു a എന്ന് പറയുന്ന സൈൻ എക്സ് ആണ്, b എന്ന് പറയുന്ന കോസ് എക്സ് ആണ്, c എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും? ഇവിടെ മൈനസ് 1/√2 അല്ലെ, ഇപ്പോ മൈനസ് 3abc വരണ്ട. നമുക്ക് ഞാൻ ഇവിടെ ഒരു മൈനസ് അങ്ങ് ഇട്ടു, ഇൻറ്റു മൈനസ് 1/√2 എന്ന് എഴുതി കഴിഞ്ഞാൽ സെയിം സാധനം തന്നെ അല്ലെ, നെഗറ്റീവും നെഗറ്റീവും വെട്ടി അങ്ങ് പോസിറ്റീവ് ആയി. അപ്പൊ എല്ലാം സാറ്റിസ്ഫൈഡ് ആയി. a ക്യൂബ് ബി ക്യൂബ് സി ക്യൂബ് മൈനസ് 3abc എല്ലാം സാറ്റിസ്ഫൈ ആയി അല്ലെ. സോ a ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് 3abc 0 വരുവാണെങ്കിൽ എന്തൊക്കെയാ പോസിബിലിറ്റീസ്? പോസിബിലിറ്റി 1 എന്ന് പറയുന്ന abc, അതായത് സൈൻ എക്സും കോസ് എക്സും മൈനസ് 1/√2 ഈക്വൽ ആയിരിക്കണം. ഓർ a പ്ലസ് ബി പ്ലസ് സി, അതായത് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് പ്ലസ് അതായത് മൈനസ് 1/√2 0 ആയിരിക്കണം. ഇതല്ലേ രണ്ട് പോസിബിലിറ്റീസ് നമുക്കുള്ളത് അല്ലെ. ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നമുക്കറിയാം സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ് ഈക്വൽ ടു മൈനസ് 1/√2 അല്ലെ, ഇതിന്റെ പോസിബിലിറ്റി. അപ്പൊ നമുക്ക് എന്താ ചെയ്യുന്നത്? സൈൻ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1/√2 ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു n പൈ പ്ലസ് മൈനസ് 1/n മൈനസ് π/4 എന്ന് നമുക്ക് ഈസി ആയിട്ട് എഴുതാം അല്ലെ. ഈ ഒരു പോസിബിലിറ്റി ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കോസ് എക്സ് ഇസ് ഈക്വൽ ടു
-1/√2. cos x -1/√2 വരുന്ന എപ്പോഴാണ്? നമുക്ക് അതിനെ cos x is equal to cos of 3π/4 എന്ന് എഴുതാം അല്ലെ. cos 180 minus theta എന്ന് പറയുന്ന minus cos theta എന്നല്ലേ. അപ്പൊ cos of 3π/4 എന്ന് എഴുതാം. അതായത് x is equal to 2nπ plus or minus 3π/4 എന്നും എഴുതാം. സോ ഇതൊരു സൊല്യൂഷൻ ആകാം, ഇതും സൊല്യൂഷൻ ആകാം അല്ലെ. അതോടൊപ്പം തന്നെ ഇനി എന്തൊക്കെ സൊല്യൂഷൻ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അടുത്ത നമുക്കുള്ളത് sin x plus cos x minus 1/√2 0. അതായത് this is equal to 1/√2. sin x plus cos x എന്ന് പറയുന്നത് 1/√2 ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. sin x plus cos x എന്ന് പറയുന്നത് 1/√2. sin a plus sin b എന്ന് പറയുന്നത് നമുക്ക് ഇതിനെ എന്താ ചെയ്യുന്നത്? ഈ കേസുകളെല്ലാം നമുക്ക് നന്നായിട്ട് തന്നെ എഴുതി അറിയാവുന്നതാണ്. 1/√2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും മൾട്ടിപ്ലൈ ചെയ്യുകയാണ് അല്ലെ. ഇപ്പോഴത്തെ 1/√2 വന്നു കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് 1/2 ആകുന്നു. ഇതിനെ നമുക്കറിയാം ഈസി ആയിട്ട് cos of x minus π/4 എന്ന് എഴുതിക്കൂടെ? നമ്മൾ പല തവണ ചെയ്തിട്ടുള്ളതാണ് അല്ലെ. ഇതിനെ cos 45 sin 45 എന്നും ഇത് പിന്നെ cos 45 എന്നും എഴുതാം. cos a cos b plus sin a sin b എന്ന് പറയുന്നത് cos of a minus b. this is equal to 1/2 എന്ന് പറയുന്നത് cos of π/3 ആണ് അല്ലെ. cos of π/3 ആണ്. cos a is equal to cos b എന്ന് പറഞ്ഞാൽ x is equal to a. അതായത് x minus π/4 is equal to 2nπ plus or minus π/3 ആണെന്നുള്ള സത്യാവസ്ഥയും നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. അതായത് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ x is equal to 2nπ plus or minus π/3 plus π/4 എന്നുള്ള സത്യാവസ്ഥ നമുക്ക് ഇവിടെ എഴുതി വെക്കാവുന്നതാണ്. ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ സൊല്യൂഷൻ ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. സോ ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്യൂബിക് ഇക്വേഷൻസ് വരുമ്പോൾ ഉള്ള നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് 1 plus sin cube x plus cos cube x is equal to 3/2 times of sin 2x. അപ്പൊ ഇത് തന്നെ 1 നമുക്ക് 1 cube എന്നെടുക്കാം, പ്ലസ് sin x നമുക്ക് sin x the whole cube എന്നെടുക്കാം, cos x നമുക്ക് cos x the whole cube എന്നെടുക്കാം. this is equal to 3/2 times of 2 sin x cos x എന്നെടുക്കാം. 2ഉം 2ഉം വെട്ടിപ്പോയി അല്ലെ. so this is 1 the whole cube plus sin x the whole cube plus cos x the whole cube minus 3 into 1 into sin x into cos x. this is equal to 0. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ സ്റ്റാൻഡേർഡ് ഫോം a cube plus b cube plus c cube minus 3abc is equal to 0. are you able to see this? yeah. so if you are able to see this, we know that two possibilities are there. first one is sin x is equal to cos x is equal to 1 അല്ലെ. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് സംഭവിക്കും? ഒരിക്കലും സംഭവിക്കില്ല അല്ലെ. sin x ഉം cos x ഉം 1 ഒരുമിച്ച് വരുന്ന ഒരു ഇതുമില്ല. ഗ്രാഫിൽ നിന്ന് നമുക്ക് അറിയാവുന്നതാണ്, ഇല്ല. പിന്നെ എന്താണ് അടുത്ത പോസിബിലിറ്റി എന്ന് പറയുന്നത്? a plus b plus c, അതായത് sin x plus cos x plus 1 is equal to 0. അതായത് sin x plus cos x എന്ന് പറയുന്നത് -1 വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. sin x plus cos x എന്ന് പറയുന്നത് -1 എന്ന് നമുക്ക് വരും അല്ലെ. sin x plus cos x എന്താണ്? നമ്മൾ പ്രീവിയസ്ലിയും കണ്ടു, രണ്ട് സൈഡിലും 1/√2 കൊണ്ട് ചെയ്യുമ്പോൾ cos of x minus π/4 എന്ന് വരുന്നതായിട്ട് കാണും അല്ലെ. this is same as cos of -1 എന്ന് പറയുന്നത് cos of -1 എന്ന് പറയുന്നത് എത്രയാ നോക്കണം. നമുക്കറിയാം ഗ്രാഫ് ഇങ്ങനെ പോയിട്ട് ഇങ്ങനല്ലേ വരുന്നത്. -1 ഇവിടെയാണ് വരുന്നത്, ഇത് 0, ഇത് π/2, ഇത് പൈ അല്ലെ. cos of -1 എന്ന് പറയുന്നത് പൈയിൽ വരും അല്ലെ. ഇപ്പൊ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ഇതിനെ ഒന്ന് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുക? this is equal to cos π എന്നാണെങ്കിൽ പിന്നെ വേറെ എവിടെയൊക്കെ സൊല്യൂഷൻസ് -1 വരുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇവിടെ പോയിട്ട് വീണ്ടും ഇവിടെ വരും അല്ലെ. അപ്പോ ഇത് നമുക്ക് π/2 ആയിരുന്നു, ഇത് പൈ ആയിരുന്നു, ഇത് 3π/2 ആയിരുന്നു, ഇത് 2π ആയിരുന്നു. സോറി, നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് വരച്ചു പോവുകയാണെങ്കിൽ ഇത് 0, ഇത് π/2, ഇത് പൈ, ഇത് 3π/2, ഇത് 2π, ഇത് 5π/2, ഇത് 3π.
അല്ലെ? അന്നേരം ഓഡ് പൈകളിലെല്ലാം അല്ലെ 2n+1 പൈയിലല്ലേ, ഓഡ് പൈകളിലെല്ലാമാണ് ഇത് സംഭവിക്കുന്നത് അല്ലെ. സോ ഓഡ് പൈകളിലെല്ലാമാണ് ഇവിടെ സംഭവിക്കുന്നത്. പൈയിൽ എന്തായാലും സംഭവിക്കുന്നുണ്ട്, സീറോയ്ക്കും പൈക്കും ഇടയ്ക്കുള്ള, അതായത് x minus pi by 4 is equal to 2n pi plus or minus pi. ഇങ്ങനെ നമുക്ക് സൊല്യൂഷൻ എഴുതാമല്ലോ. cos x is equal to -1 വരുമ്പോഴത്തേക്കും cos x -1 വരുമ്പോഴത്തേക്ക് 2n+1 pi അല്ലേ ഇതിന്റെ ജനറൽ സൊല്യൂഷൻ. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇതിന്റെ സൊല്യൂഷൻ ഇതാണ്. ഇതിന് സൊല്യൂഷൻ ഇല്ല. സോ ഫൈനൽ ആൻസർ ഇസ് x minus pi by 4 is equal to 2n pi plus or minus pi. വേണമെങ്കിൽ -pi by 4 നെ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവന്ന് കുറച്ചും കൂടെ സുന്ദരനാക്കി എഴുതാവുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ ഒരു ചോദ്യം ചോദിക്കുകയാണ്. Find the principal solution of. ജനറൽ സൊല്യൂഷനിൽ നിന്ന് നമുക്ക് പ്രിൻസിപ്പൽ സൊല്യൂഷൻ എപ്പോഴും കണ്ടുപിടിക്കാമല്ലോ. പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 0യ്ക്കും പൈക്കും 2πയ്ക്കും ഇടയ്ക്കുള്ള വാല്യൂസ്. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഓഫ് sin theta into 2 cos 6 theta plus 1 is equal to 0. അപ്പൊ ഇതിനെ എന്താണ്, നമുക്ക് sin theta equal to 0 എന്ന് എഴുതാം, അല്ലെങ്കിൽ 2 cos 6 theta plus 1 is equal to 0 എന്ന് എഴുതാം. sin theta 0 ആണെങ്കിൽ തീറ്റ 2n pi ആണ്. ഇതെന്താണ്, cos 6 theta minus 1/2 ആണ്. അതായത് 6 theta എന്ന് പറയുന്നത് 2n pi plus or minus 2π/3 അല്ലേ? കാരണം cos of -1/2 എന്ന് cos 120 ഡിഗ്രി ആണ്, cos of 2π/3 ആണ് അല്ലെ? എല്ലാവർക്കും അറിയാലോ അത്. അതായത് തീറ്റ എന്ന് പറയുന്നത് 2n pi divided by 6 plus or minus 2π divided by 18, that is n pi divided by 3 plus or minus π/9 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കുമല്ലോ. ഇതാണ് രണ്ട് വാല്യൂസ്. തീറ്റ 2n pi ആകാം, തീറ്റ is equal to n pi by 3 plus or minus π/9 ആകാം. ഇനി നമ്മൾ എന്താണ്, പ്രിൻസിപ്പൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് തീറ്റയ്ക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കുക. പ്രിൻസിപ്പൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. തീറ്റയ്ക്ക് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 0 വരും. 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2π വരും അല്ലെ? 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അല്ല 2n pi അല്ല, n pi തന്നെയാണ് അല്ലെ? തീറ്റ is equal to n pi ആണ്. സോറി, sin theta is equal to 0 means theta is equal to n pi ആണ്. അപ്പൊ 0 വരും, പൈ വരും, 2π വരും. ഇതാണ് ഇതിൽ നിന്ന് ക്രിയേറ്റഡ് ആവുന്ന 3 പ്രിൻസിപ്പൽ സൊല്യൂഷൻസ്. ഇനി ഇതിൽ നിന്ന് ഏതൊക്കെ ക്രിയേറ്റ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീറ്റ is equal to 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ π/3 പ്ലസ് π/9 വരും. അപ്പൊ അത്ര 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്ലസ് π/9 വരും അല്ലെ? മൈനസ് π/9 എടുക്കാൻ പറ്റില്ല, കാരണം 0യ്ക്കും 2πയ്ക്കും ഇടയ്ക്കുള്ളതാണ് വരേണ്ടത്. അടുത്തത് 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാ വരുന്നത്? 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2π/9 വരും, അതോടൊപ്പം തന്നെ 4π/9 വരും അല്ലെ? മൈനസിന്റെ കേസും പ്ലസിന്റെ കേസും വെച്ചിട്ട്. അടുത്തത് നമ്മൾ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 5π/9 വരും, 7π/9 വരും. 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? 8π/9 വരും, 10π/9 വരും. ഇതല്ലേ സംഭവിക്കുന്നത്? അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 10π/9 11π/9 സോറി വരും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തോ 13π/9 14π/9. ഓരോ പാറ്റേൺ കാണുന്നുണ്ടോ? 3യുടെ മൾട്ടിപ്പിൾസ് ഒന്നും വരുന്നില്ല, ബാക്കിയെല്ലാം വരുന്നുണ്ട്. 16π/9 17π/9 18π/9 ഓട്ടോമാറ്റിക്കലി ഇല്ല. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ 2πയ്ക്ക് മുകളിലോട്ട് പോകും. ഇങ്ങനെയാണ് ഇതിന്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ ജനറൽ സൊല്യൂഷനിൽ നിന്ന് വാല്യൂസ് പുട്ട് ചെയ്ത് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. ഓക്കെ, ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. അപ്പൊ ഇത്രയും പഠിച്ച കാര്യങ്ങൾ നിങ്ങളൊന്ന് റിവൈസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്: cos square x plus cos square 2x plus cos square 3x plus cos square 4x, this is equal to 2 അല്ലെ? this is equal to 2. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമെന്ന് നോക്കാം. നമുക്കറിയാം cos of a plus b into cos of a minus b എന്ന് പറയുന്നത് cos square a minus sin square b ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ? ഈ കാര്യം നിങ്ങൾക്ക് എല്ലാം അറിയാം അല്ലെ? അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇതിനെ നമുക്ക് കോസിന്റെയും സൈനിന്റെയും കോമ്പിനേഷൻ ആക്കി മാറ്റി കഴിഞ്ഞാൽ എന്താ പറ്റും? cos square x നെ 1 minus sin square x എന്ന് എഴുതാം.
പ്ലസ് കോസ് സ്ക്വയർ 2x അവിടെ തന്നെ നിൽക്കട്ടെ. ഓക്കെ, കോസ് സ്ക്വയർ 2x അവിടെ തന്നെ നിൽക്കുന്നു. പ്ലസ് കോസ് സ്ക്വയർ 3x ഞാൻ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ 1 മൈനസ് സൈൻ സ്ക്വയർ 3x ആക്കി മാറ്റി. പ്ലസ് കോസ് സ്ക്വയർ 4x അവിടെ തന്നെ നിൽക്കട്ടെ. ദിസ് ഇസ് ഈക്വൽ ടു 2 എന്ന് എഴുതാം. ഈ 1 പ്ലസ് 1 2 ആണ്, 2 2 വെട്ടിപ്പോയി. നമുക്ക് ബാക്കി എന്താ ഉള്ളത് നേരം ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ കോസ് സ്ക്വയർ 2x മൈനസ് സൈൻ സ്ക്വയർ x എന്ന് എഴുതാം. പ്ലസ് കോസ് സ്ക്വയർ 4x മൈനസ് സൈൻ സ്ക്വയർ 3x എന്ന് എഴുതാം അല്ലെ. ഇത് 0 എന്ന് വരും. നിങ്ങൾക്ക് ഇവിടെ ഒരു കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബി കാണുന്നുണ്ടോ? കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബി കാണുന്നുണ്ട്. ഇതിന് നമുക്ക് കോസ് ഓഫ് എ പ്ലസ് ബി അതായത് 2x പ്ലസ് എക്സ് ഇൻറ്റു കോസ് ഓഫ് എ മൈനസ് ബി അതായത് 2x മൈനസ് എക്സ് എന്ന് എഴുതാം. പ്ലസ് കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബി നമുക്ക് അഗൈൻ കോസ് ഓഫ് എ പ്ലസ് ബി അതായത് 4x പ്ലസ് 3x ഇൻറ്റു കോസ് ഓഫ് എ മൈനസ് ബി അതായത് 4x മൈനസ് 3x എന്ന് എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു 0. ഇതിന് നമുക്ക് കോസ് ഓഫ് 3x ഇൻറ്റു കോസ് ഓഫ് എക്സ് എന്നും പ്ലസ് കോസ് ഓഫ് 7x ഇൻറ്റു കോസ് ഓഫ് എക്സ് എന്നും എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു 0. ഇതിൽ രണ്ടിലും നമുക്ക് കോസ് ഓഫ് എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് കോസ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഓഫ് 3x പ്ലസ് കോസ് ഓഫ് 7x എഴുതി കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇത് നമുക്ക് കോസ് ഓഫ് എക്സ് ഇവിടെ നിൽക്കട്ടെ. കോസ് എ പ്ലസ് കോസ് ബി 2 കോസ് എ പ്ലസ് ബി ബൈ 2 അതായത് 3x പ്ലസ് 7x 10x ഡിവൈഡഡ് ബൈ 2 5x into cos of a minus b by 2 3x minus 7x minus 4x divided by 2 minus 2x cos of minus x ഉം cos x ഉം സെയിം ആയതുകൊണ്ട് തന്നെ ഞാൻ ആർഭാടം ഒന്നും ഇടാതെ മൈനസ് 2x മൈനസ് പ്ലസ് 2x എന്ന് തന്നെ എഴുതുന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു 0. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? 2 0 ആകാൻ പറ്റില്ല. അന്നേരം പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്? cos x 0 ആകാം, cos 5x 0 ആകാം, cos 2x 0 ആകാം. ഇത്രയും പോസിബിലിറ്റീസ് ആണ് ഇതിന് നമ്മൾക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. cos x 0 ആവുന്ന കേസിൽ നമുക്കറിയാം x is equal to odd multiple of pi by 2 2n minus 1 pi by 2 ആയി. ഇവിടെ cos 5x 0 ആകുമ്പോൾ 5x is equal to odd multiple of pi by 2 2n minus 1 pi by 2 അതായത് x എന്ന് പറയുന്നത് 2n minus 1 pi divided by 10 എന്നായി. അതേപോലെ തന്നെ cos of 2x 0 ആവുകയാണെങ്കിൽ നമുക്കറിയാം 2x എന്ന് പറയുന്നത് 2n minus 1 pi by 2 അതായത് x എന്ന് പറയുന്നത് 2n minus 1 times of pi divided by 4 എന്ന് വരുന്നതായിട്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അപ്പോ നമ്മൾ ഇങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യുന്നത്. ഓക്കെ ഫൈൻ, എല്ലാരും ഓക്കെ അല്ലേ? വണ്ടർഫുൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും അടുത്തൊരു ചോദ്യം ചെയ്യാം. ചോദ്യം ഇതാണ്: സോൾവ് sin x is equal to cos 2x. അപ്പൊ നമുക്ക് എന്താ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ടിലും വന്നു കഴിഞ്ഞാൽ കോസിലോട്ട് എല്ലാം കൺവേർട്ട് ചെയ്യുന്ന എളുപ്പം. അപ്പൊ cos 2x is equal to sin x നെ cos 90 minus x എന്ന് എഴുതാലോ, എളുപ്പമല്ലോ. അപ്പൊ cos a is equal to cos b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് പറയാൻ സാധിക്കും? അതായത് നമുക്ക് ഈസി ആയിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ pi by 2 minus x ഇതിനെ നമുക്ക് തീറ്റ എന്ന് എടുക്കാം, ഇതിനെ ആൽഫ എന്ന് എടുക്കാം. ദിസ് ഇസ് ഈക്വൽ ടു 2n pi plus or minus 2x എന്ന് എഴുതാം. തിരിച്ചെഴുതി കഴിഞ്ഞാൽ ഒരു തെറ്റും ഇല്ല, സെയിം ആൻസർ തന്നെ കിട്ടും അല്ലെ. ഇങ്ങനെ ആയിരിക്കണമല്ലോ ഇതിന്റെ സൊല്യൂഷൻ. അതായത് ഇതിനെ രണ്ട് കേസ് ആയിട്ട് എഴുതാം. ഫസ്റ്റ് കേസ് pi by 2 minus x എന്ന് പറയുന്നത് 2n pi plus 2x എന്ന് എഴുതി കഴിഞ്ഞാൽ 3x എന്ന് പറയുന്നത് pi by 2 minus 2n pi ആണെന്ന് എഴുതാം. അതായത് നമുക്ക് x എന്ന് പറയുന്ന pi divided by 6 minus 2n pi divided by 3 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ കേസ് 2 എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവിന്റെ കേസ് ആദ്യം ഇട്ടത് ഏതായിരുന്നു? നമുക്ക് pi by 2 minus x is equal to 2n pi minus 2x എന്ന് എഴുതാം. അങ്ങനെ എഴുതുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന x is equal to 2n pi minus pi by 2 എന്നും നമുക്ക് എഴുതാൻ സാധിക്കും. ഇങ്ങനെ രണ്ട് സൊല്യൂഷൻസ് ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത വണ്ടി വിട്ടു പോയാലോ? വണ്ടി വിട്ടു പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് sin 6x divided by sin x is equal to 8 cos x into cos 2x into cos 4x. ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇവിടെ cos x എല്ലായിടത്തും കിടക്കുന്നുണ്ട്. ഒരു സൈനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മനോഹരമാകുമെന്ന് നമുക്കറിയാം അല്ലെ. sin 6x let it be here. This is equal to 8 times of sin x നെ ഇവിടെ കൊണ്ടുവന്നു sin x into cos x into cos of 2x into cos of 4x അല്ലെ. So sin of 6x is equal to
ഈ 8ൽ നിന്നൊരു 2 എടുത്തു കഴിഞ്ഞാൽ 2 sin x cos x എന്ന് പറയുന്നത് sin 2x എന്ന് എഴുതാം. സോ sin 2x into cos 2x into cos of 4x എന്ന് എനിക്ക് എഴുതാം അല്ലെ. അതേപോലെ തന്നെ sin of 6x വീണ്ടും ഈ 4ൽ നിന്നൊരു 2 എടുത്തു കഴിഞ്ഞാൽ 2 sin 2x cos 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos sin of 4x അല്ലെ into cos of 4x എന്ന് നമുക്ക് എഴുതാൻ സാധിക്കുന്നുണ്ട്. ഇത് sin of 6x ഇവിടെ തന്നെ നിന്നിട്ട് 2 sin x cos x എന്ന് പറയുന്നത് sin of 2 times of 4x എന്ന് പറയുന്ന 8x എന്ന് നമുക്ക് എഴുതാൻ സാധിക്കുന്നതായിട്ട് മനസ്സിലാകും. സോ sin of 6x is equal to sin of 8x. ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവന്നാൽ sin of 6x minus sin of 8x എന്ന് പറയുന്നത് 0 ആയിട്ട് മനസ്സിലാക്കാം. sin a minus sin b എന്ന് പറയുന്നത് 2 sin a minus b divided by 2 into cos of a plus b divided by 2. This is equal to 0 എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ. So this is 2 sin minus x into cos of 7x. This is equal to 0. അതായത് minus 2 sin x into cos of 7x. This is equal to 0. നെഗറ്റീവ് ഇവിടെ പോയി കഴിഞ്ഞാൽ രണ്ടെണ്ണത്തിന്റെയും പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ either sin x 0 ആയിട്ട് വരാം അല്ലെങ്കിൽ cos of 7x 0 ആയിട്ട് വരാം അല്ലെ. ഇങ്ങനെയാണ് രണ്ട് പോസിബിലിറ്റി ഉള്ളത്. sin x 0 ആണെങ്കിൽ x is equal to n pi ആണെന്ന് നമുക്കെല്ലാം അറിയാം അല്ലെ. അതോടൊപ്പം തന്നെ cos of 7x 0 ആകുവാണെങ്കിൽ 7x എന്ന് പറയുന്ന ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2 ആകണമല്ലോ. അതായത് x എന്ന് പറയുന്നത് 2n minus pi 1 pi divided by 14 എന്ന് വരുമെന്നും നമുക്കറിയാം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ? sin x 0 ആകാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഈ കേസ് അങ്ങ് വെട്ടിക്കളയാ. അപ്പൊ ഈ ഒരു കേസ് മാത്രമേ പാടുള്ളൂ. കാരണം എന്താ? sin x 0 ആയി കഴിഞ്ഞാൽ ഡിവിഷൻ ബൈ 0 വരുന്നത് നമുക്കൊരു പ്രശ്നമായിട്ട് വരും. ഓക്കെ, അപ്പൊ ഞാൻ വീണ്ടും വെള്ളം കുടിക്കുന്നു. നിങ്ങൾ സമയം എടുക്കുക, ഇതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ അടുത്ത ടൈപ്പ്, നെക്സ്റ്റ് ടൈപ്പ് എക്സ് എന്ന് ഞാൻ ഇടുകയാണ്. നമ്പർ എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ടൈപ്പ് 6x. ഓക്കെ, ഇതെന്ന് പറയുന്നത് സോൾവിങ് ബൈ ചേഞ്ചിങ് ദ വേരിയബിൾ. ഒന്നുമില്ല, ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ചെയ്യും. എനിക്ക് വലിയ പേടിയൊന്നുമില്ല ഇതിനെക്കുറിച്ച്. ഓക്കെ, ചോദ്യം ഇതാണ്. sin raised to 4 of 2x plus cos raised to 4 of 2x is equal to sin of 2x into cos of 2x എന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യും? sin raised to 4x plus cos raised to 4x എന്ന് പറയുന്നത് 1 minus 2 sin square, x ന് പകരം 2x ആയതുകൊണ്ട് into cos square 2x എന്ന് നമുക്ക് എഴുതാം അല്ലെ. This is equal to sin 2x into cos 2x എന്ന് നമുക്ക് എഴുതാം അല്ലെ. ഇപ്പൊ ഈ ഒരു ടോട്ടൽ സാധനം a ആണെങ്കിൽ നമുക്ക് ഇതെന്താ 1 minus 2 a the whole square is equal to a എന്നല്ലേ. ഇത് sin x cos x the whole square എന്നല്ലേ. ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ 2a square plus a minus 1 is equal to 0 ഇങ്ങനല്ലേ. 2a square plus a minus 1 is equal to 0. ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ 2a minus 1 into a plus 1 is equal to 0 എന്ന് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് സാധിക്കുമല്ലോ. അതായത് a is equal to 1 by 2 അല്ലെങ്കിൽ a is equal to minus 1 വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. a എന്ന് പറയുന്നത് എന്താണ്? sin of 2x into cos of 2x 1 by 2 എന്നും അല്ലെങ്കിൽ a എന്ന് പറയുന്നത് sin of 2x into cos of 2x എന്ന് പറയുന്ന -1 എന്നും വരുന്നതായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇവ സൈനും കോസും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു 2 അങ്ങ് അവിടെ മുകളിലും താഴെയും കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ sin 4x divided by 2, ആ 2 ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇതങ്ങ് 1 ആകും അല്ലെ. ഇത് ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് ഉദ്ദേശിച്ചാൽ മതി. 2 sin 2x into cos 2x എന്ന് പറഞ്ഞാൽ sin 4x 1 അല്ലെ. അപ്പൊ 4x എന്ന് പറയുന്നത് n pi plus minus 1 raised to n pi by 2 വരുന്നതായിട്ട് നമുക്ക് കാണാം. അതേപോലെ തന്നെ ഇവിടെയും 2 sin 2x cos 2x എന്ന് പറയുന്നത് sin 4x divided by 2 ഇപ്പുറത്ത് വന്നാൽ -2. പക്ഷെ സൈനിന്റെ മാക്സിമം വാല്യൂ എത്രയാണ്? 1. മിനിമം വാല്യൂ എത്രയാണ്? -1. സൈനിന്റെ എന്തെങ്കിലും വാല്യൂ എപ്പോഴെങ്കിലും -2 വരാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമുക്ക് എടുക്കാൻ പോകുന്ന ഒറ്റ സൊല്യൂഷൻ ഇതാണ്. ഈ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിനായിട്ട് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്ന ഒരു സാധനത്തിനെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാമല്ലോ. അത്രേ ഉള്ളൂ ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കാര്യം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക്
അടുത്ത ചോദ്യം നോക്കിലേക്ക് കിടക്കാം. അടുത്ത ടൈപ്പ് ഓഫ് ചോദ്യം. ഇതിന് എനിക്ക് അറിയാത്തോണ്ട് ടൈപ്പ് വേരിയബിൾ എ എന്ന് എഴുതുകയാണ്. എനിക്ക് അറിയത്തില്ല എന്താണെന്ന്. ഇതെന്ന് പറയുന്നത് ഹെഡിങ് യൂസിങ് ബൗണ്ടഡ്നെസ് ഓഫ് sin x and cos x. ഓക്കെ, യൂസിങ് ബൗണ്ടഡ്നെസ് ഓഫ് sin x and cos x. വളരെ എളുപ്പമാണ് ഇതും. നമുക്കൊന്ന് നോക്കാം ഇതിനെ എങ്ങനെ ചെയ്യാമെന്ന്. ചോദ്യം ഇതാണ്: sin cube x minus cos cube x is equal to 1 plus sin x into cos x. ഇത് പഠിക്കുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം ഒന്ന് റിവൈസ് ചെയ്യാം. a cube minus b cube എന്താണ്? a minus b into a square plus ab plus b square. ഈ കാര്യം എല്ലാവർക്കും അറിയാം അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എൽ എച്ച് എസിനെ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഫോമിന് എ മൈനസ് ബി, അതായത് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഇൻഡു എ സ്ക്വയർ എന്ന് പറയുന്ന സൈൻ സ്ക്വയർ എക്സ്, എ ബി എന്ന് പറയുന്ന സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്ന കോസ് സ്ക്വയർ എക്സ്, ദിസ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് വരുന്നതായിട്ട് കാണാം. സോ ദിസ് ഇസ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് 1 പ്ലസ് sin x into cos x. This is equal to 1 plus sin x into cos x. ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും അല്ലെ? ഇതിന് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ sin x minus cos x into 1 plus sin x into cos x minus 1 plus sin x into cos x. This is equal to 0 എന്ന് എഴുതാം. ഈ രണ്ടിൽ നമുക്ക് എന്ത് കോമൺ എടുക്കാം? 1 plus sin x into cos x കോമൺ എടുത്തു കഴിഞ്ഞാൽ this is sin x minus cos x minus 1 കോമൺ എടുത്തിട്ട് this is equal to 0 എന്ന് എഴുതും അല്ലെ? അപ്പോൾ നമുക്ക് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഇത് 0 ആകാം, അല്ലെങ്കിൽ ഇത് 0 ആകാം. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം എന്ന് പറയുന്നത് sin x into cos x എന്ന് പറയുന്ന -1 എന്നും രണ്ട് സൈഡിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ sin of 2x ആകും അല്ലെ? 2 sin x cos x sin 2x, this is equal to -2. ഇത് പോസിബിൾ ആണോ? sin 2x ന്റെ മാക്സിമം വാല്യൂ 1 ഉം മിനിമം വാല്യൂ -1 ആണ്. അതുകൊണ്ട് -2 പോകില്ല. അത് പോസിബിൾ അല്ലെന്ന് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. sin x minus cos x -1 is equal to 0 എന്നാണ് വരുന്നത് അല്ലെ? അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എഴുതാം sin x minus cos x 1 എന്ന് എഴുതാം. ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്? നേരത്തെ ചെയ്തതുപോലെ തന്നെ രണ്ട് സൈഡിലും √2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 1/√2 ആയി മാറുന്നു. ഇതിനെ എനിക്ക് എളുപ്പത്തിനായിട്ട് ഒന്നുകിൽ സൈനിൽ എഴുതാം, അല്ലെങ്കിൽ കോസിൽ എഴുതാം, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ഞാൻ കോസിൽ എഴുതുവാണ്. ഇത് cos π/4 into sin x minus sin π/4 into cos x എന്ന് എഴുതാം. this is equal to 1/2. cos a sin b മൈനസ്, അല്ലെങ്കിൽ sin a cos b minus cos a sin b എന്ന് പറഞ്ഞാൽ sin of a minus b അല്ലെ? sin of x minus π/4 എന്ന് എനിക്ക് എഴുതാം. this is equal to 1/√2. അപ്പോൾ sin of x minus π/4 എന്ന് പറയുന്നത് equal to sin of 45 degree, അതായത് π/4 എന്ന് നമുക്ക് എഴുതാം. sin a equal to sin b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x minus π/4 is equal to n pi plus minus 1 raised to n π/4 എന്ന് നമുക്ക് എഴുതാം അല്ലെ? അതായത് x is equal to n pi plus minus 1 raised to n π/4 plus π/4 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിനെ നിങ്ങൾക്ക് കോസിലായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2n പൈയിൽ കിട്ടും. എഫക്റ്റീവ്ലി നിങ്ങൾ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടാൻ പോകുന്ന സൊല്യൂഷൻസ് എല്ലാം തന്നെ സെയിം ആയിട്ട് തന്നെ വരുന്നതായിരിക്കും. അപ്പൊ അതിനെ കുറിച്ച് അധികം ചിന്തിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതും കഴിഞ്ഞു. അടുത്തതെന്ന് പറയുന്നത് ടൈപ്പ് Z എന്ന്. ചുമ്മാ ഞാനൊരു ഇതുവാണ്, ഓരോ ടൈപ്പാന്ന് കാണിക്കണം. നിങ്ങൾ ടൈപ്പിന്റെ കൗണ്ട് ഉണ്ടെങ്കിൽ 1 2 3 എന്നും പറഞ്ഞിട്ട് ഇട്ടോ. എന്റെ കയ്യിൽ ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇതെന്ന് പറയുന്നത് എക്സ് ആൻഡ് വൈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരും. ഇത് കുറച്ച് ലെവലും കൂടിയതാണ്. കുറച്ച് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പൊ മനസ്സിലായില്ലെങ്കിലും കുറച്ച് ഇപ്പൊ ഒന്ന് കാണുക, പിന്നീട് 2-3 പ്രാവശ്യം ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ കോൺസെപ്റ്റ് തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് പേടിക്കേണ്ട ഇതൊന്നും കണ്ടിട്ട്. പക്ഷെ ഞാൻ ഈ അഡ്വാൻസിന്റെ ലെവലിൽ പഠിപ്പിക്കുക എന്നുള്ളത് എന്റെ ജോലിയാണ്. So x and y type questions കാണുക. x square plus 2x plus 3 is equal to √3 times of sin y plus cos y എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ find the value of x and y. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് സൈഡിലുള്ള സാധനത്തിന് എനിക്ക് x square plus 2x plus 1 plus 2 എന്ന് എഴുതാം. This is equal to √3 sin y plus cos y എന്ന് എഴുതാം.
ഇതിനെ എനിക്ക് എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് ടു എന്ന് എഴുതാമല്ലോ. ദിസ് ഇസ് ഈക്വൽ ടു രണ്ട് സൈഡിലും ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, കാരണം റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നമുക്കറിയാം, എ കോസ് ബി പ്ലസ് ബി സൈൻ ബി കിട്ടി കഴിഞ്ഞാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കൊണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യണം. So this is x plus 1 the whole square plus 2 is equal to 2 times of ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇതിനെ എനിക്ക് സൈൻ ഓഫ് 60 ഡിഗ്രി, അതായത് പൈ ബൈ 3 ഇൻറ്റു സൈൻ വൈ പ്ലസ് കോസ് ഓഫ് 60 ഡിഗ്രി ഇൻറ്റു കോസ് വൈ എന്ന് എനിക്ക് എഴുതാവുന്ന സാധ്യത അല്ലെ. ഇത് എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 is equal to 2 ഇൻറ്റു ഇതിനെ എനിക്ക് കോസ് ഓഫ് y minus pi by 3 അല്ലെ, y minus pi by 3 എന്ന് എഴുതാൻ സാധിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പൊ ഈ ലെഫ്റ്റ് സൈഡിലെ സാധനം ഇതൊരു സ്ക്വയർ സാധനമാണ്. ഒരു സ്ക്വയറിന്റെ മിനിമം വാല്യൂ എത്രയാണ്? 0 അല്ലെ, മിനിമം വാല്യൂ 0 ആണ്. 0യെക്കാട്ടിലും കൂടുതൽ. ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സംതിങ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ LHSലുള്ള സാധനം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയി. ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. പിന്നെ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 2 ഇൻറ്റു കോസ് ഓഫ് എനിത്തിങ്ങിന്റെ വാല്യൂ എന്താണ്? 2 ഇൻറ്റു സംതിങ് ലൈസ് ബിറ്റ്വീൻ -1 and 1 അല്ലെ. സോ ഈ RHSന്റെ വാല്യൂ എന്ന് പറയുന്നത് -2നും 2നും ഇടയ്ക്കാണ്. അപ്പൊ ഇതിന്റെ മാക്സിമം വാല്യൂ 2 ആണ്, ഇതിന്റെ മിനിമം വാല്യൂ 2 ആണ്. അപ്പൊ രണ്ടും ഈക്വൽ വരണമെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ആ ഈക്വാലിറ്റിയിലേ അത് സംഭവിക്കത്തുള്ളൂ. ഒന്നും കൂടെ ചിന്തിക്കുക. നമുക്ക് മനസ്സിലായി, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2ൽ കുറഞ്ഞ ഒരു വാല്യൂ എടുക്കാൻ പറ്റില്ല, റൈറ്റ് ഹാൻഡ് സൈഡിൽ 2ൽ കൂടിയ ഒരു വാല്യൂ എടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടെ കോംപ്രമൈസ് ആവുന്ന ഒറ്റ ഒരു പൊസിഷനേ ഉള്ളൂ, ഇതും 2 ആകണം, ഇതും 2 ആകണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണിത്. വളരെ കൂടുതൽ ടൈംസ് ഇത് ടെസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് എന്തറിയാം? നമുക്ക് ഇതിൽ നിന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും, ഒറ്റ പോസിബിലിറ്റി എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 2 ആകണം. അതോടൊപ്പം തന്നെ നമുക്ക് പിന്നീടുണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലുള്ള സാധനം √3 ടൈംസ് ഓഫ് സൈൻ വൈ പ്ലസ് കോസ് വൈയും 2 ആകണം. ഇതായിരുന്നല്ലോ ഇതിന്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു പോസിബിലിറ്റി മാത്രമേ ഇതിനുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് പറ്റും? ഇതെന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 is equal to 0. അതായത് നമുക്ക് എക്സ് പ്ലസ് 1 the whole square 0. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും x is equal to -1 ആണ് ഇവിടുത്തെ വാല്യൂ. എക്സിന്റെ വാല്യൂ -1 എന്ന് നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വാല്യൂ എന്താണ്? നമുക്കറിയാം y is equal to 2n pi പ്ലസ് ഓർ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് c by root of a square plus b square അല്ലെ, അതായത് 1 പ്ലസ് tan ഇൻവേഴ്സ് ഓഫ് b by a അല്ലെ, √3 എന്ന് എഴുതാം. സോ ദിസ് ഇസ് ഈക്വൽ ടു 2n pi പ്ലസ് ഓർ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറയുന്നത് 0 ആണ്, പ്ലസ് പൈ ബൈ 3. സോ ദിസ് ഇസ് 2n pi പ്ലസ് പൈ ബൈ 3 എന്ന് വരും വൈയുടെ വാല്യൂ. സോ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 2n pi പ്ലസ് ഓർ മൈനസ് പൈ ബൈ 3 ആണ്, കാരണം മറ്റേത് 0 ആയി പോയി. എക്സ് എന്ന് പറയുന്നത് -1 ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇത്. കുറച്ച് ഹയർ ലെവൽ തന്നെയാണ്. പെട്ടെന്ന് ആദ്യമായിട്ട് കാണുന്നവരൊന്നും ഇത് ചെയ്യത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ ഇനി കാണുമ്പോൾ ഇതിന്റെ മിടുക്കന്മാരായിട്ടുള്ള കേരളത്തിലെ പിള്ളേരെ അടിച്ചു പൊളിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 2 raised to 1 divided by sin square x into root of y square minus 2y plus 2 is less than or equal to 2. ഇതിന്റെ സൊല്യൂഷൻ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ചോദ്യം തന്നെയാണ്. ഇതും ചിന്തിക്കുക, കുറച്ച് സമയം എടുത്ത് ചിന്തിക്കുക, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കറിയാം സൈൻ എക്സ് എവിടെ നിന്ന് എവിടെ വരെ വരുന്നു? സൈൻ എക്സ് -1നും 1നും ഇടയ്ക്ക് വരെ വരുന്നു. ഈ കാര്യം പിടികിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ സൈൻ സ്ക്വയർ എക്സ്, നമുക്ക് സൈൻ സ്ക്വയർ എക്സ് ആണല്ലോ ഉള്ളത്. സൈൻ സ്ക്വയർ എക്സ് 0ക്കും 1നും ഇടയ്ക്കാണ്. സ്ക്വയർ നെഗറ്റീവ് ആകത്തില്ല അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 by sin square x എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? 1 by 0 ഇൻഇക്വാലിറ്റി അങ്ങ് റിവേഴ്സ് ആകത്തില്ലേ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 by sin square x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 by 1 എന്നാകത്തില്ലേ? അതായത് 1 by 0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി നമുക്ക് അസ്യൂം ചെയ്യാലോ. അതായത് 1 by sin square x എവിടെ നിന്ന് എവിടെ വരെ വിട്ടടിച്ചു പോകും? 1ൽ നിന്ന് തുടങ്ങി ഇൻഫിനിറ്റി വരെ വിട്ടടിച്ചു പോകും എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ 1 by sin square x ന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ പറയുന്നത്?
1 to infinity ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. അതായത് 2 raised to മുകളിലുള്ള സാധനം എന്തായാലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഈ കാര്യം പിടികിട്ടിയല്ലോ. ഇനി ആ റൂട്ടിലുള്ള സാധനത്തെ നമുക്കൊന്ന് നോക്കാം. ഇതിന് എനിക്ക് y മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതിക്കൂടെ? എഴുതാലോ. ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഓക്കെ, ഇത്രയും കാര്യം പിടികിട്ടിയല്ലോ. ഈ 2 റേസ് ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് എന്തായാലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. ഇൻടു റൂട്ട് ഓഫ് ഇതിന്റെ മിനിമം വാല്യൂ എത്രയാണ്? ഇതിന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഇൻടു റൂട്ട് ഓഫ് സംതിങ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നല്ലേ ഇതിന്റെ അർത്ഥം. അതായത് 2 ഇൻടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് വന്നില്ലേ? സംതിങ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ബിക്കമിങ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. പ്രീവിയസ് ചോദ്യത്തിൽ ഉപയോഗിച്ച അതേ ലോജിക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 തമ്മിൽ കോംപ്രമൈസ് ആവുന്ന എവിടെയാ? 2 മാത്രം. അതായത് ഇതിൽ നിന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും രണ്ടിനും 2 എന്ന് പറയുന്ന വാല്യൂ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. കാര്യം പിടികിട്ടിയോ? രണ്ടിനും 2 എന്ന് പറയുന്ന വാല്യൂ മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ. 2 എന്ന് പറയുന്ന വാല്യൂ എടുക്കണമെങ്കിൽ രണ്ടിനും, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും 2 എന്ന് പറയുന്ന വാല്യൂ എടുക്കണമെങ്കിൽ എന്താ സംഭവിക്കുന്നത്? 2 എന്ന് പറയുന്ന വാല്യൂ എടുക്കണമെങ്കിൽ ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 റേസ് ടു ഗ്രേറ്റർ ദാൻ ഓർ, അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ലെ 2 വാല്യൂവും എടുക്കണം. കാരണം ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയതുകൊണ്ട് ഇത് 1 വാല്യൂ എടുക്കണം. കാര്യം പിടികിട്ടിയോ? എങ്ങനെ സംഭവിക്കത്തുള്ളൂ. അതായത് ഇത് 2 റേസ് ടു 1 ബൈ സൈൻ സ്ക്വയർ എക്സ് എടുക്കാൻ പറ്റുന്ന വാല്യൂ എന്ന് പറയുന്നത് 2ഉം y സ്ക്വയർ മൈനസ് 2y പ്ലസ് 2 എടുക്കാൻ പറ്റുന്ന വാല്യൂ 1ഉം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാര്യം പിടികിട്ടിയോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് 2 എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 1 ബൈ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്ന 1 എന്നും ഇതിന് നമുക്ക് എന്തെന്ന് എഴുതാം? y മൈനസ് 1 ദ ഹോൾ സ്ക്വയർ 0 എന്നും. അതായത് y ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അടുത്ത എന്ത് കിട്ടി? y ഇസ് ഈക്വൽ ടു 1 എന്ന് അതിൽ നിന്ന് കിട്ടി. കാരണം ഇതെന്ന് പറയുന്നത് 1 ആയിട്ടേ വരാൻ പാടുള്ളൂ, ഇതെന്ന് പറയുന്നത് 2 ആയിട്ടേ വരാൻ പാടുള്ളൂ. ഇത് 2 ആയിട്ട് വരണമെങ്കിൽ 1 ബൈ സൈൻ സ്ക്വയർ എക്സ് 1 ആയിട്ട് വരണം. ഇനി 1 ബൈ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് 1 ആണെങ്കിൽ നമുക്കറിയാം സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നതും 1 ആണ്. സൈൻ സ്ക്വയർ എക്സ് 1 ആണെങ്കിൽ സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ ഓഫ് പൈ ബൈ 2 എന്ന് എനിക്ക് എഴുതാലോ. സ്ക്വയർ ആയതുകൊണ്ട് വേറെ ഒന്നും ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം. ഇപ്പൊ സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു എൻ പൈ പ്ലസ് ഓർ മൈനസ് ആൽഫ ആണെന്ന് നമുക്ക് എഴുതാം. അതായത് എക്സ് ഇസ് ഈക്വൽ ടു എൻ പൈ പ്ലസ് ഓർ മൈനസ് പൈ ബൈ 2 എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ഇവിടെ കിട്ടി. എൻ പൈ പ്ലസ് ഓർ മൈനസ് പൈ ബൈ 2 എന്ന് പറയുന്ന സൊല്യൂഷൻ നമുക്ക് ഇവിടെ കിട്ടുകയുണ്ടായി. അപ്പോ എക്സിന്റെ വാല്യൂവും ഇതാണ്, വൈയുടെ വാല്യൂ ഇതാണ്. ഇതൊരു സൂപ്പർ ക്വസ്റ്റ്യൻ ആണ്. കിഡിലൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കിഡിലൻ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നന്നായിട്ടൊന്ന് ചിന്തിച്ച് ഇതിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ടൈപ്പ് എം എന്ന് വല്ലതൊക്കെ ഞാൻ ഇടുക. ടൈപ്പ് എം. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് ദ ഫോം f of x is equal to root of phi of x ടൈപ്പ്. രണ്ട് ഫംഗ്ഷൻസ് ഒരെണ്ണം റൂട്ടിൽ വരുന്നത്. ഓർക്കുക, നമ്മൾ സ്ക്വയറിംഗ് എന്ന് പറയുന്നത് ചെയ്യുന്ന ലാസ്റ്റ് റിസോർട്ട് ആണ്. സ്ക്വയറിംഗ് ഏറ്റവും ലാസ്റ്റ് ചെയ്യേണ്ടത്. കാരണം സ്ക്വയറിംഗ് ചിലപ്പോഴൊക്കെ ഒരു എക്സ്ട്രാ റൂട്ടിനെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്ക്വയറിംഗ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. ഞാൻ ഇതുവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഇതുവരെ ചെയ്തതിലൊന്നും സ്ക്വയറിംഗ് വളരെ റെയർ ആയിട്ടേ ഉപയോഗിച്ചിട്ടുള്ളൂ. വേറെ ഒന്നും പറ്റിയില്ലെങ്കിൽ സ്ക്വയർ ചെയ്യാം, പക്ഷെ അത് സൊല്യൂഷനിൽ കുറച്ച് കോൺഷ്യസ് ആയിട്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്, റൂട്ട് ഓഫ് 1 മൈനസ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ്. അപ്പൊ ഇതിനെ നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 1 മൈനസ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. സോ 1 മൈനസ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. സോ ദിസ് 1 മൈനസ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് എക്സ് ഇൻറ്റു 1 പ്ലസ് കോസ് എക്സ് എന്ന് എഴുതാം. ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 1 മൈനസ് കോസ് എക്സ് മൈനസ് 1 മൈനസ് കോസ് എക്സ് ഇൻറ്റു 1 പ്ലസ് കോസ് എക്സ് എന്ന് പറയുന്നത് 0 ആയിട്ട് എഴുതാം. രണ്ടിലും 1 മൈനസ് കോസ് എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് 1 മൈനസ് കോസ് എക്സ് എന്ന് നമുക്ക് എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പോ ഇതും വെട്ടിപ്പോയി. സോ മൈനസ് കോസ് എക്സ് ഇൻറ്റു 1 മൈനസ് കോസ് എക്സ് നമുക്ക് 0 എന്ന് എഴുതാം. അല്ലെ, നെഗറ്റീവിന് ഒരു ഇമ്പോർട്ടൻസും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പറയാം കോസ് എക്സ് 0 ആകാം, അല്ലെങ്കിൽ 1 മൈനസ് കോസ് എക്സ് 0 ആകാം.
അല്ലെ? cos x 0 ആണെങ്കിൽ x എന്ന് പറയുന്നത് 2n minus 1 pi by 2 ആണെന്ന് എഴുതാം. അതേപോലെ തന്നെ ഇവിടെ cos x 1 ആണെങ്കിൽ x is equal to 2n pi ആണെന്ന് നമുക്ക് എഴുതാം. x 2n pi ഉം x is equal to 2n minus 1 pi by 2 ഉം ഇങ്ങനെ നമുക്ക് എഴുതാം. x is equal to 2n minus 1 pi by 2 ഉം x is equal to 2n pi ഉം ആണെന്ന് നമുക്കറിയാം. കാര്യം പിടികിട്ടിയല്ലോ എല്ലാവർക്കും? അടുത്ത ടൈപ്പ് 10ാമത്തെ ആണെന്ന് തോന്നുന്നു. ഞാൻ ചുമ്മാ അങ്ങ് എഴുതുക കേട്ടോ, അല്ലെങ്കിലും വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, ഓരോ ഹെഡിങ് ആയിട്ട് അങ്ങ് എഴുതി പോയാൽ മതി. ട്രിഗ്നോമെട്രിക് ഇൻഇക്വാലിറ്റീസ് വളരെ ഇമ്പോർട്ടന്റ്, കുറച്ച് തല ഇവിടെയും ഉപയോഗിക്കേണ്ട കാര്യമാണ്. ഇതേവരെയുള്ള പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്തായാലും നന്നായിട്ട് ചെയ്യും. ഓക്കെ, ചോദ്യം ആദ്യം തന്നെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യം, സൈൻ തീറ്റ ഗ്രേറ്റർ ദാൻ 0. നമുക്കിതൊരു യൂണിറ്റ് സർക്കിളിന്റെ കാര്യം വെച്ച് തന്നെ ഒന്ന് കളിക്കാൻ നോക്കാം. നമുക്കറിയാം ഇതൊരു ക്വാഡ്രന്റ് സർക്കിള്. സൈൻ തീറ്റ പോസിറ്റീവ് ഏതൊക്കെ ക്വാഡ്രന്റിലാണ്? ഫസ്റ്റ് ക്വാഡ്രന്റിലും സെക്കൻഡ് ക്വാഡ്രന്റിലും. ഈ ഒരു പോയിന്റ് 2n പൈ എന്ന് എനിക്ക് എഴുതിക്കൂടെ? ജനറൽ പോയിന്റ്. ഇതെല്ലാം 2n, ഇവിടെ 0 ആകാം, 2π ആകാം, 4π ആകാം. ഇതൊരു 2n പൈ ആണ് ജനറൽ, അല്ലെ? അപ്പൊ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിലും സെക്കൻഡ് ക്വാഡ്രന്റിലും വരുന്നെങ്കിൽ തീറ്റ എവിടെ നിന്ന് എവിടെ വരെ പോകാം? തീറ്റ ബിലോങ്സ് ടു 0ക്ക് വരാം 2n പൈ പ്ലസ് 0. അവിടെ നിന്ന് തുടങ്ങി എവിടെ വരെ പോകാം? ഇവിടെ വരെ 2n പൈയുടെ കൂടെ പൈ ആഡ് ചെയ്യുന്നത്. കാരണം ഇവിടെ വരെ വരുമ്പം പൈ ബൈ 2 ആണ്, ഇവിടെ വരെ വരുമ്പോൾ പൈ ആണ്. ഇതിന്റെ എല്ലാ ഇടയ്ക്ക് ഇത് ഗ്രേറ്റർ ദാൻ 0 അല്ലേ? അതായത് 2n പൈ, അതായത് 0 ആണെങ്കിൽ 0 ആയിക്കോട്ടെ, അതായത് തീറ്റ ബിലോങ്സ് ടു 2n പൈ ടു 2n പൈ പ്ലസ് പൈ, അതായത് പൈ ഇൻറ്റു 2n പ്ലസ് 1 എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. ഇങ്ങനെയാണ് നിങ്ങൾ ഇതിന്റെ ഈ ഒരു റീജിയൻ ആണ് നമ്മുടെ കൺസിഡറേഷനിലുള്ളത്. ഈ ഒരു റീജിയൻ എങ്ങനെ എഴുതാം? ഈ ഒരു ജനറൽ പോയിന്റ് 2n പൈ എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ എഴുതാമല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സൈൻ തീറ്റ ഗ്രേറ്റർ ദാൻ 1/2. അതായത് സൈൻ തീറ്റ ഈക്വൽ ടു 1/2 വരണമെങ്കിൽ തീറ്റ ഏതൊക്കെ പോയിന്റിലാണ്? നമുക്കറിയാം പൈ ബൈ 6ലും 5π by 6ലും സംഭവിക്കില്ല. സൈൻ 180 മൈനസ് തീറ്റ സൈൻ തീറ്റ ആണ്. സൈൻ 180 മൈനസ് പൈ ബൈ 6 സൈൻ പൈ ബൈ 6 ആണ്. അപ്പൊ അങ്ങനെ എഴുതാം അല്ലെ? അപ്പൊ ഞാൻ ഇതിന്റെ ഒരു നമ്മൾ വീണ്ടും ഒരു ബേസിക് സാധനം ഒന്ന് വരച്ചു കഴിഞ്ഞാൽ ഇത് എവിടെയൊക്കെയാണ് ഇതിന്റെ കളി നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ ബൈ 6 എന്ന് പറയുന്നത് ഇവിടെ വരും അല്ലെ? 30 ഡിഗ്രി എന്ന് പറയുന്നത് ഇവിടെ വരും. ദിസ് ഇസ് പൈ ബൈ 6. സൈനിന്റെ വാല്യൂ 1/2 വരുന്ന ഇവിടെ. അതേപോലെ തന്നെ 5π by 6 എന്ന് പറയുന്നത് ഇവിടെ വരും 1/2 അല്ലെ? ഇത് ഗ്രേറ്റർ ദാൻ 1/2. സൈനിന്റെ വാല്യൂ എന്താ സംഭവിക്കുന്നത്? സൈനിന്റെ വാല്യൂ എന്ന് പറയുന്നത് സൈനിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ കൂടി കൂടി വരുന്ന കാര്യമല്ലേ? ഗ്രേറ്റർ ദാൻ 1/2 എന്ന് പറഞ്ഞാൽ ഇവിടെ വരെ വന്നിട്ട് ഇവിടെ നിന്ന് ഇവിടെ വരെ വരെ ഇത്രയും റീജിയനിൽ മൊത്തത്തില് നമുക്ക് എന്താ സംഭവിക്കുന്നത്? ഇത് സൈനിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1/2 അല്ലേ? അപ്പൊ നമ്മൾ തീറ്റ എവിടെ നിന്ന് എവിടെ വരെ വരും? തീറ്റ ഇത് 2n പൈ ആയിരുന്നു, അവിടുന്ന് 30 ഡിഗ്രി ആഡ് ചെയ്യുന്ന പോയിന്റിലാണ് തുടങ്ങുന്നത്. അതായത് 2n പൈ പ്ലസ് പൈ ബൈ 6ൽ തുടങ്ങി 2n പൈ പ്ലസ് എവിടെ വരെ പോകുന്നു? ഇവിടെ വരെ. ഇത് 5π by 6 വരെ പോകും അല്ലെ? ഇതാണല്ലോ അർത്ഥം. 2n പൈ പ്ലസ് 5π 6ൽ തുടങ്ങി ഇത് മൊത്തത്തിൽ 5π by 6 ആണല്ലോ. സോ 2n പൈ പ്ലസ് 5π by 6ൽ എത്തി നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് വിൽ ബി 2n പൈ പ്ലസ് 5π by 6. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്. ഇത് നമുക്ക് കുറച്ച് ലോഗ് വെച്ചുള്ള ഒരു കളിയിലേക്ക് കിടക്കാം. ലോഗ് ഓഫ് സൈൻ എക്സ് ടു ദ ബേസ് 2 ലെസ് ദാൻ -1. അപ്പൊ ഇതിലെ ലോഗിനെ മാറ്റാൻ എന്താണ്? സൈൻ എക്സ് ലെസ് ദാൻ 2 റേസ് ടു -1 എന്ന് എനിക്ക് എഴുതാലോ. അതായത് സൈൻ എക്സ് ലെസ് ദാൻ 1/2 എന്ന് എനിക്ക് എഴുതാലോ അല്ലെ? സൈൻ എക്സ് ലെസ് ദാൻ 1/2. പ്രീവിയസ്ലി എന്തായിരുന്നു? പ്രീവിയസ്ലി സൈൻ എക്സ് ഗ്രേറ്റർ ദാൻ 1/2 ആയിരുന്നു. അന്നേരം ഗ്രാഫ് നമ്മൾ വീണ്ടും വരയ്ക്കുകയാണെങ്കിൽ, ഗ്രാഫ് അല്ല, ഒരു യൂണിറ്റ് സിസ്റ്റത്തിൽ ഞാനൊന്ന് വരയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു യൂണിറ്റ് സർക്കിൾ നമ്മൾ വരച്ചു. 1/2 വരുന്ന പോയിന്റ് ഇവിടെയും ഉണ്ടായിരുന്നു, ഇവിടെയും ഉണ്ടായിരുന്നു. ലെസ് ദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തും വരും, ഈ ഒരു ഭാഗത്തും വരും. അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഒരു ഭാഗത്ത് എനിക്ക് എങ്ങനെ എഴുതാം? ദിസ് ഇസ് തീറ്റ ബിലോങ്സ് ടു 2n പൈയിൽ തുടങ്ങി 2n പൈ പ്ലസ് പൈ ബൈ 6 വരെ പോയി. അവിടെ എങ്ങ് നിന്നു അല്ലെ? 2n പൈ ഇടുക,
പിന്നെ എവിടെയൊക്കെയാ പോകുന്നത്? പിന്നെ എവിടെയാ പോകുന്നത്? ഇവിടെ സൈൻ എക്സ് നെഗറ്റീവ് ആകും. നിങ്ങൾ ഓർക്കും സൈൻ എക്സ് എന്നാൽ ലെസ് ദാൻ 1/2 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആകും. പറ്റില്ല. സൈൻ എക്സ് എവിടെ നിന്ന് എവിടെ വരെ വരുന്നത്? സൈൻ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. കാരണം എന്താ? ലോഗരിതത്തിന്റെ ഉള്ളിൽ ഗ്രേറ്റർ ദാൻ 0 വാല്യൂസ് ഉണ്ട്. ഞാൻ എന്താ ഓർത്തത്, ഇപ്പൊ ഞാൻ നെഗറ്റീവും കൂടെ എടുക്കണമല്ലോ എന്ന്. വേണ്ട. ഓക്കെ, കാരണം എന്താ? സൈൻ എക്സ് ഉള്ളിലാണ് വരുന്നത്. അല്ലെങ്കിൽ സൈൻ എക്സ് ഉള്ളിലല്ലായിരുന്നെങ്കിൽ ഈ പാർട്ടും സെക്കൻഡ് തേർഡും ഫോർത്തും ക്വാർട്ടറിലും നെഗറ്റീവ് വരുന്ന എല്ലാ പോയിന്റും നമ്മൾ എടുക്കേണ്ടി വന്നേനം. ഓക്കെ, അത് എടുക്കേണ്ടാത്തതിന് കാരണം എന്താണ്? അതിന് എടുക്കേണ്ടാത്തതിന് കാരണം സൈന് ലോഗിന്റെ അകത്ത് വരുന്ന സാധനം ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇത് കണ്ടു. പിന്നെന്താണ്? യൂണിയൻ. കാരണം ഈ ഭാഗം ഞാൻ കണ്ടിട്ടില്ല. യൂണിയൻ ഇതെന്താ പോകുന്നത്? 2n പൈ പ്ലസ് 5π/6 തുടങ്ങി 2n പൈ പ്ലസ് പൈ വരെ എത്തി നിൽക്കുന്നു. അല്ലെ? ഇത് രണ്ടുമാണ് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. കാര്യം പിടിയിട്ടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം ഇതാണ്: cos x ഗ്രേറ്റർ ദാൻ 0 എന്ന ഇൻഇക്വാലിറ്റി നിങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യും? cos x ഗ്രേറ്റർ ദാൻ 0 വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, cos x ഗ്രേറ്റർ ദാൻ 0 എന്ന് വരണമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഫസ്റ്റ് ക്വാഡ്രന്റിലും സെക്കൻഡ് ക്വാഡ്രന്റിലുമുള്ള പോയിന്റ്സിലാണ് അത് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത്. അപ്പൊ തീറ്റ ബിലോങ്സ് ടു, ഇതറിയാം, ഇവിടെ 2n പൈ ആണ്. 2n പൈയിൽ നിന്ന് നമ്മള് ഇത് 2n പൈ മൈനസ് π/2 നമുക്ക് എഴുതാം. ഇത് മൈനസ് π/2 എന്ന് എഴുതാം. അവിടെ നിന്ന് തുടങ്ങി 2n പൈ പ്ലസ് π/2 വരെ പോകുന്നതായിട്ട് നമുക്ക് എഴുതാം. ഇത്രയല്ലേ ഉള്ളു കാര്യം. രണ്ടും കമ്പൈൻഡ് ആയിട്ട് ഇവിടെ നിന്ന് തുടങ്ങി 2n പൈ മൈനസ് π/2 ആണിത്. അവിടെ നിന്ന് പോയി 2n പൈ പ്ലസ് π/2 വരെ ഇത് എത്തി നിൽക്കുന്നു. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് ഈ കാര്യം എഴുതാൻ സാധിക്കുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത് tan x ഗ്രേറ്റർ ദാൻ 0. tan x ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ ഇത് വരയ്ക്കുകയാണെങ്കിൽ, tan x ഗ്രേറ്റർ ദാൻ 0 എവിടേക്കാണ് സംഭവിക്കുന്നത്? ഫസ്റ്റ് ക്വാഡ്രന്റിൽ എന്തായാലും സംഭവിക്കുന്നുണ്ട്. തേർഡ് ക്വാഡ്രന്റിൽ എവിടെ എന്തെങ്കിലും സംഭവിക്കുന്നു? ഇവർ അന്നേരം 2n പൈയിൽ തുടങ്ങി 2n പൈ പ്ലസ് π/2 പോകുന്നു. പിന്നെ 2n പ്ലസ് പൈ പ്ലസ് പൈയിൽ തുടങ്ങി 2n പൈ പ്ലസ് 3π/2 വരെ എത്തി നിൽക്കുന്നു. അതല്ലേ സംഭവിക്കുന്നത്? അപ്പൊ ഇത് രണ്ട് ഡിസ്റ്റോയിന്റ് ആയതുകൊണ്ട് 2n പൈയിൽ തുടങ്ങി 2n പൈ പ്ലസ് π/2 വരെ പോയി. അത് യൂണിയൻ 2n പൈ പ്ലസ് പൈയില് തുടങ്ങി 2n പൈ പ്ലസ് 3π/2 എത്തി നിൽക്കുന്നു. ഇതിന്റെ യൂണിയൻ അല്ലേ നമ്മുടെ ശരി ഉത്തരം എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നമ്മൾ ഒരു യൂണിറ്റ് സിസ്റ്റം വരച്ചിട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം എഴുതും. ഇതൊരു 2n പൈ പോയിന്റ് ആണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജനറൽ സൊല്യൂഷൻ നമുക്ക് ഈസി ആയിട്ട് എഴുതുന്നതാണ്. ഓക്കെ, നമുക്കിനി ഒരു ഫൈനൽ ടൈപ്പ് ഉണ്ട്. ഫൈനൽ ടൈപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊരു അൾട്ടിമേറ്റ് ലെവലിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ എന്ന് പറയുന്നത് നോക്കിയോ, സോൾവിംഗ് ബൈ, ഇതെന്ന് ടൈപ്പ് 11 എന്ന് അസ്യൂം ചെയ്യുകയാണ്. സോൾവിംഗ് ബൈ ഗ്രാഫ് ഓർ ബൈ ലോജിക്. ഗ്രാഫ് ഓർ ലോജിക് വെച്ച് നമുക്ക് ചെയ്യുന്നത്. ഇപ്പൊ ചോദ്യം ഇതാണ്: 1 പ്ലസ് സൈൻ റേസ് ടു 4x ഇസ് ഈക്വൽ ടു കോസ് റേസ് ടു 5x വന്നു കഴിഞ്ഞാൽ, ഓക്കെ, ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്. 1 പ്ലസ് ഇതിന്റെ വാല്യൂ എത്രയാണ്? 0ക്കും 1നും ഇടയ്ക്കല്ലേ? 0ക്കും 1നും ഇടയ്ക്കാണ് ഇതിന്റെ വാല്യൂ. സൈൻ റേസ് ടു 4, സൈൻ ഓഫ് ഈവൻ പവർ എന്ന് പറയുന്ന പോസിറ്റീവ് വാല്യൂസ് എടുക്കും. ഇതിന്റെ വാല്യൂസ് എവിടെ വരെയാണ്? -1നും 1നും ഇടയ്ക്ക്, അല്ലെ? ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായാലും ലോജിക്ക് വെച്ച് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റേഞ്ച് എവിടെ നിന്ന് വരും? ഇത് 1 പ്ലസ് ഇതിന്റെ റേഞ്ച് എവിടെ വരും? 1നും 2നും ഇടയ്ക്കാണ് ലെഫ്റ്റ് സൈഡ്. റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് -1നും 1നും ഇടയ്ക്കാണ്. രണ്ടിന്റെയും കൂടെ കോംപ്രമൈസ് വരുന്ന എവിടെ മാത്രമാണ്? ഈ 1ൽ മാത്രമാണ്. കാര്യം പിടികിട്ടിയോ? നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ലോജിക്കാണ്. ഈ 1ൽ മാത്രമാണ് ഈ കോംപ്രമൈസ് വരുന്നത്. അതായത് 1 പ്ലസ് സൈൻ റേസ് ടു 4x 1 എന്ന് എഴുതാം. അല്ലെങ്കിൽ കോസ് റേസ് ടു 5x 1 തന്നെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് നമുക്ക് സാധിക്കുകയുള്ളൂ, അല്ലെ? ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സൈൻ റേസ് ടു 4x 0 എന്നും അല്ലെങ്കിൽ കോസ് റേസ് ടു 5x 1 എന്നും ഉള്ളതിന്റെ സൊല്യൂഷൻ ആണ് നമുക്ക് വേണ്ടത്. സൈൻ റേസ് ടു 4x 0 ആണെങ്കിൽ സൈൻ x 0 ആയിരിക്കണം, അതായത് x n പൈ ആയിരിക്കണം. കോസ് റേസ് ടു 5x 1 ആകണമെങ്കിൽ കോസ് x 1 ആകണം, അല്ലെ? അതായത് x 2n പൈ ആകണം, അല്ലെ? രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതില് എന്തൊക്കെ വരും? ഇതിൽ വരും 0 പൈ 2 പൈ എല്ലാം വരും.
ഇതിൽ എന്തൊക്കെ വരും? 0, 2π എല്ലാം കൂടെ വരും. രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും സാരാംശമാണല്ലോ ഇത്. അതായത് ഇതെന്ന് പറയുന്നത് x is equal to nπ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ x is equal to nπ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ടോ? ആ 2nπ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട് അല്ലെ? എല്ലാം തന്നെ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ nπ നിൽക്കുക പൈ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോസ് ഓഫ് പൈ എന്ന് പറയുന്നത് -1. ഇവിടെ -1 is equal to 1. സോറി, രണ്ടിന്റെയും കൂടെ ആൻഡ് അല്ലേ, രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആകണം അല്ലെ? രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആകണമെങ്കിൽ ഇത് 2nπ രണ്ടും സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ 2nπ ലെഫ്റ്റ് സൈഡിലുള്ളത് റൈറ്റ് സൈഡിലുള്ളതും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് 2nπ ആണ്, ആൻഡ് ആണ്. കാരണം ഇതും 1 ആകണം, ഇതും 1 ആകണം, എന്നാൽ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ 2nπ എന്നുള്ള സൊല്യൂഷൻ ആണ്. nπ അല്ലേ, നമ്മൾ രണ്ടിന്റെയും കൂടെ ഓർ അല്ല, ആൻഡ് ആണ്, രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, ആൻഡ് കണ്ടീഷൻ ആണ് നമുക്ക് ഇവിടെ എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ചോദ്യം എന്ന് പറയുന്നത്, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. sec square of 1 plus a into x plus a square minus 1 is equal to 0. Where a belongs to R and x belongs to R, find the value of ordered pair a comma x. Ordered pair a comma x എന്താണെന്നാണ്. ഇതിന് നമുക്ക് എന്തെന്ന് എഴുതാം? sec square of 1 plus a into x is equal to 1 minus a square എന്ന് എഴുതാം അല്ലെ? ഈ 1 plus a എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയിട്ട് അസ്യൂം ചെയ്യാലോ. സം കോൺസ്റ്റന്റ് ആണ്, നിയർലി എ കോൺസ്റ്റന്റ് എന്ന് നമുക്ക് പറയാലോ. വേരിയബിൾ ആയിട്ടാണ് ഇട്ടിരിക്കുന്നതെങ്കിലും അല്ലെ? അതായത് ഇതിന്റെ ഈ ടോട്ടൽ സാധനത്തിന്റെ റേഞ്ച് ഡിപ്പെൻഡ്സ് ഓൺ സീക് സ്ക്വയർ ഓഫ് സം എക്സിന്റെ. സീക് സ്ക്വയർ ഓഫ് ഉള്ളിലുള്ള സാധനത്തിന്റെ റേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫിക്സ്ഡ് സാധനം തന്നെ ആയിരിക്കുമല്ലോ അല്ലെ? നമുക്കറിയാം സീക് സ്ക്വയർ എക്സ് എവിടെ നിന്ന് എവിടെ വരെ വേരി ചെയ്യുന്നത്? 1 to infinity വരെയാണ് വേരി ചെയ്യുന്നത്. ഈ കാര്യം നമുക്കറിയാലോ. y is equal to x സ്ക്വയറിന്റെ ഗ്രാഫ് ഇതാണ്, അത് തന്നെ ആയിരിക്കണമല്ലോ y is equal to a സ്ക്വയറിന്റെയും ഗ്രാഫ്. y is equal to a സ്ക്വയറിന്റെ ഗ്രാഫ് ഇതാണ്. അങ്ങനെയാണെങ്കിൽ y is equal to minus a സ്ക്വയറിന്റെ ഗ്രാഫ് എന്താണ്? ഇതായിരിക്കണം y is equal to minus a സ്ക്വയറിന്റെ ഗ്രാഫ്. ഇത്രയും കാര്യം പിടികിട്ടിയല്ലോ. ഓക്കെ, ഇവിടെ നമുക്ക് 1 minus a സ്ക്വയറിന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? 1 minus a സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇച്ചിരി മുകളിലോട്ട് പോകുന്ന ഒരു ഗ്രാഫ്. എവിടെ പോയി മുട്ടും? 0,1. സോ ദിസ് ഇസ് y is equal to minus a സ്ക്വയർ പ്ലസ് 1 അല്ലെ? ഇതിനെ ഒന്ന് ഒരു യൂണിറ്റ് മുകളിലോട്ട് കൊണ്ടുപോയി അല്ലെ? y is equal to minus a സ്ക്വയർ പ്ലസ് 1. നമുക്കറിയാം ഈ 1 minus a സ്ക്വയർ ഈ ഗ്രാഫിൽ നിന്ന് തന്നെ കാണാം. ഇത് എവിടെ നിന്ന് എവിടെ വരെ പോകുന്നുണ്ട്? 1 minus a സ്ക്വയർ മൈനസ് ഇൻഫിനിറ്റിയിൽ നിന്ന് തുടങ്ങി 1 പോകുന്നുണ്ട്. അതായത് മൈനസ് a സ്ക്വയർ പ്ലസ് 1 എവിടെ നിന്നാണ് ബിലോങ് ചെയ്യുന്നത്? മൈനസ് ഇൻഫിനിറ്റിയിൽ നിന്ന് തുടങ്ങി 1 വരെ പോകുന്നുണ്ട് അല്ലെ? അപ്പൊ നമുക്കറിയാം സീക് സ്ക്വയർ ഓഫ് 1 plus a into x ബിലോങ്സ് ടു, എവിടെയാണ് ബിലോങ് ചെയ്യുന്നത്? അത് 1 to ഇൻഫിനിറ്റിയിലാണ്. അതോടൊപ്പം തന്നെ മൈനസ് a സ്ക്വയർ പ്ലസ് 1 ബിലോങ് ടു മൈനസ് ഇൻഫിനിറ്റി ടു 1 ആണ്. രണ്ടിന്റെയും കൂടെ കോംപ്രമൈസ് നടക്കുന്ന ഒറ്റ പോയിന്റേ ഉള്ളൂ. രണ്ടും ഈക്വൽ ആണെങ്കിൽ കോംപ്രമൈസ് നടക്കണം. കോംപ്രമൈസ് നടക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് മൈനസ് a സ്ക്വയർ പ്ലസ് 1 ആകണം. അതായത് a സ്ക്വയർ 0 ആകണം, അതായത് a 0 ആകണം അല്ലെ? a 0 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടി കോംപ്രമൈസിൽ. അതോടൊപ്പം തന്നെ സീക് സ്ക്വയർ ഓഫ് 1 plus ax ഉം 1 ആകണം അല്ലെ? സീക് സ്ക്വയർ ഓഫ് 1 plus ax ഉം 1 ആകണം. പക്ഷെ നമുക്കറിയാം എയുടെ വാല്യൂ എന്താണ്? 0 ആണെന്ന് അറിയാം. അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 plus a into x ആണ്. സീക് സ്ക്വയർ ഓഫ് 1 plus a into x, അതായത് a 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സീക് സ്ക്വയർ ഓഫ് x എന്ന് പറയുന്ന 1 എന്ന് വരും. ദാറ്റ് ഇസ് സെയിം ആസ് കോസ് സ്ക്വയർ x 1. കോസ് സ്ക്വയർ x 1 ആണെങ്കിൽ ദിസ് ഇസ് സെയിം ആസ് കോസ് സ്ക്വയർ x is equal to കോസ് സ്ക്വയർ 0. അതായത് x is equal to nπ പ്ലസ് ഓർ മൈനസ് 0, അതായത് x is equal to nπ. അപ്പൊ ഓർഡേർഡ് പെയർ a, x നെ നമുക്ക് എങ്ങനെ എഴുതാം? 0,
n pi എന്ന് എഴുതാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ചെയ്യ ക്വസ്റ്റ്യൻ ആണ് ഇതും. നല്ലൊരു ചോദ്യമായിരുന്നു. ഒന്നും കൂടെ ചിന്തിച്ച് നന്നായിട്ട് ചിന്തിച്ചൊന്ന് എഴുതാൻ നോക്കുക. കാര്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും പിടികിട്ടുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ചോദ്യങ്ങളും കൂടെ ഉണ്ട്. അതോടുകൂടി നമുക്ക് ഇവിടെ ട്രിഗ്നോമെട്രിയുടെ കളി വൈൻഡ് അപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സൊല്യൂഷൻ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്ന സ്മോൾ ഒരു ടോപ്പിക് ഉണ്ട്. അത് ഞാൻ ഏറ്റവും അവസാനം പഠിപ്പിക്കും. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ റെയർ ആയിട്ടാണ് കാണുന്നത്. ഒരു മണിക്കൂറിന്റെ ക്ലാസ് അതിന് വേണ്ടി വരുമായിരിക്കും. അത് ഞാൻ ഏറ്റവും അവസാനം പിന്നീട് 11th സ്റ്റാൻഡേർഡിന്റെ അവസാനം ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ sin x plus cos x this is equal to minimum of 1 comma a square minus 4a plus 6. ഇതിന്റെ രണ്ടിന്റെയും മിനിമം. ഓക്കെ, അപ്പൊ നമുക്ക് മിനിമം ഓഫ് 1 comma a square minus 4a plus 6 നെ പറ്റി ഒന്ന് ചിന്തിക്കാം. So this is equal to minimum of 1 comma, see നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ മിനിമം വാല്യൂ ഓർ മാക്സിമം, ഇതിന്റെ d എന്താണ്? d is less than 0 അല്ലെ, b square minus 4ac less than 0 ആണ്. ഇതിന്റെ മിനിമം ഓർ മാക്സിമം കണ്ടുപിടിക്കാനാണ്. മിനിമം അല്ലെങ്കിൽ മാക്സിമം വരുന്നത് a ഗ്രേറ്റർ ആയതുകൊണ്ട് അപ്വേർഡ് പാരാബോള ആയതുകൊണ്ട് ഇതിന്റെ മിനിമം കണ്ടുപിടിക്കുന്നത് എത്രയാണ്? മൈനസ് b ബൈ 4a അല്ലെ. അപ്പോ ദാറ്റ് ഇസ് 4ac മൈനസ് ബി സ്ക്വയർ ബൈ 4a ആണ്. ഇതെല്ലാം നമ്മൾ ഫംഗ്ഷനിൽ പഠിച്ചിട്ടുള്ളതാണ്. പഠിച്ചിട്ടില്ലാത്തവർ പഠിക്കുക. 4 into a എന്ന് പറയുന്നത് 1 ആണ്, c എന്ന് പറയുന്നത് 6 ആണ്, മൈനസ് b സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്, ഡിവൈഡഡ് ബൈ 4 into a എന്ന് പറയുന്നത് 4 ആണ് അല്ലെ. ഇപ്പൊ 4ഉം വെട്ടിപ്പോയി കഴിഞ്ഞാൽ ഇത് എത്രയാണ്? ഇതിന്റെ വാല്യൂ 2 എന്ന് കിട്ടുന്നുണ്ട് അല്ലെ. സോ മിനിമം ഓഫ് 1ഉം ഇതിന്റെ മിനിമം വാല്യൂ 2ഉം അല്ലെ. 1ലും 2ൽ നിന്ന് മുകളിലോട്ട് പോകുന്ന ഒരു വാല്യൂവിന്റെ മിനിമം എത്രയാണ്? 1 ആണ്. രണ്ട് മിനിമം ഓഫ് എന്ന് പറഞ്ഞാൽ ഈ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതിൽ മിനിമം വാല്യൂ എത്രയാണ്? ഇത് നമുക്ക് മനസ്സിലായി. ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് മനസ്സിലായി. 1ലെയും 2വിനെക്കാട്ടിലും കൂടുതലുള്ളതിന്റെയും മിനിമം വാല്യൂ എന്തായിരിക്കും? 1 എന്നായിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലായി sin x plus cos x എന്ന് പറയുന്ന 1 എന്ന് മനസ്സിലായി. കാര്യം പിടികിട്ടിയല്ലോ. ഇങ്ങനെയാണ് ചാപ്റ്ററുകൾ നമ്മൾ കമ്പൈൻ ചെയ്യുന്നത്. സോ sin x plus cos x 1 ആണെങ്കിൽ നമ്മൾ റൈറ്റ് അവേ സൊല്യൂഷൻ എഴുതി കഴിഞ്ഞാൽ n pi plus minus 1 raised to n sin inverse of 1 c by root of a square by plus b square, അതായത് 1 by root 2 minus tan inverse of b by a അല്ലെ. so this is equal to n pi plus minus 1 raised to n ഉണ്ട്, sin inverse of 1 by root 2 എന്ന് പറയുന്നത് pi by 4 minus pi by 4 എന്ന് നമുക്ക് ഈസി ആയിട്ട് ഇതിന്റെ എഴുതാൻ സാധിക്കുന്നതാണ്. ഡയറക്റ്റ് ആയിട്ട് സൊല്യൂഷൻ എഴുതാനുള്ള ഫോർമുല ഞാൻ പഠിപ്പിച്ചായിരുന്നല്ലോ, അത് അപ്ലൈ ചെയ്തേ ഉള്ളൂ. ഓക്കെ, a cos x plus b sin x എന്ന് പറയുന്ന n pi plus minus 1 raised to n ന്റെ ഡയറക്റ്റ് ഫോർമുല നമുക്ക് പഠിച്ചായിരുന്നു. മൈനസ് 1 raised to n c ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് a square plus b square മൈനസ് tan inverse of a by b എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇത് ലാസ്റ്റ് ചോദ്യമാണ് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസിലെ. എല്ലാവരും നന്നായിട്ട് നോക്കുക. ചോദ്യം ഇതാണ്. സോൾവ് 2 sin x is equal to 5x square plus 2x plus 3. ഓക്കെ, ഇതിന്റെ മിനിമം വാല്യൂ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. ഇതിന്റെ മിനിമം വാല്യൂ കണ്ടുപിടിക്കാം. ബി സ്ക്വയർ മൈനസ് 4ac നെഗറ്റീവ് ആയതുകൊണ്ട് മിനിമം എന്ന് പറയുന്നത് മൈനസ് ബി ഡിവൈഡഡ് ബൈ 4a, അതായത് 4ac മൈനസ് ബി സ്ക്വയർ ബൈ 4a. 4 into a എന്ന് പറയുന്ന 5, c എന്ന് പറയുന്നത് 3, മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന 4 ഡിവൈഡഡ് ബൈ 4 into 5. 4 വെട്ടിപ്പോയി കഴിഞ്ഞാൽ 15 മൈനസ് 1 ഡിവൈഡഡ് ബൈ 5, അതായത് 14 by 5. ദിസ് ഇസ് 2.8 അല്ലെ. ഇതിന്റെ മിനിമം വാല്യൂ 2.8 ആണ്. ഇതിന്റെ മാക്സിമം വാല്യൂ 2 ആണ് അല്ലെ. ഇതിന്റെ മിനിമം വാല്യൂ 2.8 ആണ്. ഇതിന്റെ മാക്സിമം വാല്യൂ 2 ആണ്. ഓക്കെ, അപ്പോ നമുക്ക് ഇതിന്റെ ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, രണ്ട് ഫംഗ്ഷൻസിന്റെ ഈക്വാലിറ്റി വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? അതിന്റെ ഒരു ഗ്രാഫ് വരച്ചു നോക്കുക. അതിന്റെ ഗ്രാഫ് വരയ്ക്കാനാണെങ്കിൽ ഇതിന്റെ ഈ കാണുന്നതിന്റെ മിനിമം വാല്യൂ 2.8 ഇവിടെ നമുക്ക് വരച്ചു കഴിഞ്ഞാൽ മിനിമം 2.8 എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഇങ്ങനെ പോകുന്ന ഒരു ഗ്രാഫാന്ന് അറിയാം. പക്ഷെ sin x ന്റെ മാക്സിമം വാല്യൂ എന്താണ്? sin x ന്റെ മാക്സിമം വാല്യൂ 1 ആണ്. 2 sin x ന്റെ മാക്സിമം വാല്യൂ എന്താണ്? അത് 2 ആണ്. ഇങ്ങനെ പോകത്തുള്ളൂ. ഈ ഗ്രാഫും എവിടെയെങ്കിലും ഇന്റർസെക്ട് ചെയ്യുമോ? ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഈക്വൽ ആയിട്ട് വരാൻ എപ്പോഴെങ്കിലും പറ്റുമോ? പറ്റില്ല. അപ്പൊ രണ്ടും ഈക്വൽ ആയിട്ട് വരുന്ന സൊല്യൂഷൻ നോ സൊല്യൂഷൻ. ഇത് ഗ്രാഫ് വെച്ച് പ്രൂവ് ചെയ്യുന്ന ഒരു കേസ് ആയിരുന്നു. ഓക്കെ, സോ നോട്ട് പോസിബിൾ. അപ്പൊ എല്ലാ രീതിയിലുള്ള ചോദ്യങ്ങളും നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ആരും തന്നെ
ഇത്രയും ഫ്രീ ആയിട്ട് ഇത്രയും ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ഇട്ട് തരുന്നില്ലെന്ന് എനിക്ക് ഉറപ്പ് തന്നെയാണ്. ആദ്യമായിട്ടാണ് ഞാൻ കേരളത്തിൽ ഒരു അറ്റംപ്റ്റ് നടത്തുകയാണ്. കംപ്ലീറ്റ് ജെഇയുടെ സിലബസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇടുക. ഹയസ്റ്റ് ലെവലിൽ കോട്ടയിലെ ടീച്ചർമാർ പഠിപ്പിക്കുന്നതിനെക്കാട്ടിലും മുകളിലുള്ള ലെവലിൽ കേരളത്തിലെ പിള്ളേർ പഠിച്ചിട്ട് അടിപൊളിയായിട്ട് നല്ല റാങ്ക് നേടട്ടെ എന്ന് ഞാൻ നിങ്ങൾക്കെല്ലാം ആശംസിക്കുന്നു. അപ്പൊ ഞാൻ പറ്റുന്ന രീതിയിലെല്ലാം ഇട്ടിട്ടുണ്ട്. ട്രിഗ്നോമെട്രി ഇതോടുകൂടി ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. സൊല്യൂഷൻസ് ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറയുന്ന 11th സ്റ്റാൻഡേർഡിലെ ടോപ്പിക്സ് കഴിഞ്ഞിട്ട് ഒരു സ്മോൾ ടോപ്പിക് ഞാൻ എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ട്രിഗ്നോമെട്രി കഴിഞ്ഞു. ഇനി അടുത്തത് ഞാൻ മോസ്റ്റ് പ്രോബബ്ലി പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എടുക്കുകയാണ്. ചിലപ്പോൾ സ്ട്രേറ്റ് ലൈൻസ് ആകും, ബട്ട് മോസ്റ്റ് പ്രോബബ്ലി പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ബൈനോമിയൽ തിയറം ഒക്കെ ചെയ്യാൻ. കാരണം നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മൈൻഡും ഒന്ന് റിഫ്രഷ് ആകും. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ വേറെ ലെവൽ ചാപ്റ്റർ ആണ്. മൈൻഡ് ഒന്ന് റിഫ്രഷ് ആയി നിങ്ങൾ കിടിലമായിട്ട് പഠിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. ഷെയർ ഇറ്റ് ഇൻ ഓൾ യുവർ സ്കൂൾ ഗ്രൂപ്സ് വിത്ത് ഓൾ യുവർ ഫ്രണ്ട്സ്. താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ്. വിൽ മീറ്റ് അഗൈൻ.